എല്ലാ കൂട്ടുകാർക്കും P2 ഹദീസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കിതാബുൽ ജനായിസ് ആണ്. കിതാബുൽ ജനായിസിലെ പ്രധാനപ്പെട്ട പോയിൻസുകളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഒന്നാമതായി കിതാബുൽ ജനായിസിൽ പറയുന്നത് അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളും മുറിച്ചു കടയുന്ന മരണത്തെക്കുറിച്ച്. ഒന്നാമതായിട്ട് ഈ കിതാബുൽ ജനായിസിൽ ജനാസയിൽ നിന്ന് വന്നതാണ്. ജനാസ മരിച്ച ആളുകളെ കുറിച്ചാണ്. അപ്പോൾ ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, ദിക്ര ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന മരണം. എന്താണ് കാരണം? ലിഅന്നൽ മൗത, നിശ്ചയം മരണം, യഖ്തഉൽ ലദ്ദാത്ത്, എല്ലാ രസങ്ങളുടെയും മുറിച്ചു കളയുന്നതാണ്. ഇനി നമുക്കൊരു വലിയ വിപത്ത് വന്നു. അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും മരിപ്പിച്ചു തരുമോ എന്നുള്ള അവനോട് ചോദിക്കരുത്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ പോയിന്റ് അതാണ്. തമന്നിൽ മൗത്തി, മരണത്തെ ആഗ്രഹിക്കുക. ലിനുസൂലി ബലായിൻ, വല്ല ബുദ്ധിമുട്ടും വരുമ്പോൾ. അത് മൻഹിയുൻ, അത് നബി നിരോധിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയേണ്ടത്? ഇൻകാന ലാ ബുദ്ധ, ഒരാൾക്ക് മരണം അനിവാര്യമാണ്, വേദന സഹിച്ച് മരണക്കിടക്കയിൽ ഇങ്ങനെ പൊളയാണ്. അപ്പം എന്താ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവേ അഹ്യിനീ, നീ എന്നെ ജീവിപ്പിക്കണേ, മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി, ജീവിതമാണ് എനിക്ക് ഖൈറെങ്കിൽ, വതവഫനി, എന്നെ മരിപ്പിക്കണമേ, ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി, മരണമാണ് എനിക്ക് ഖൈറെങ്കിൽ. ഇനി അടുത്ത് നോക്കൂ, ഒരാൾ മരണക്കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അയാളെന്നോട് എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കണം. തദ്കീറു, ഓർമ്മപ്പെടുത്തണം. ലിമൻ ഹദറൽ മൗത, മരണത്തോട് മല്ലടിക്കുന്ന ആളെ, ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ്. എന്താ അതിന് തെളിവ്? ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ പ്രവാചകന്റെ വാക്കാണ് അതിന് തെളിവ്. ലഖീനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. ഇനി നോക്കൂ, ഇനി മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളെ അടുത്ത് നമ്മൾ യാസീൻ ഓതണം. നമ്മളിപ്പോൾ പാരമ്പര്യമായിട്ട് യാസീൻ ഓതുമല്ലോ. മരണത്തോട് മുഖാമുഖം നിൽക്കുന്ന ഒരാളോട് യാസീൻ ഓതണം. സ്വയ്യ ഹദീസിൽ വന്നതാണ്. ഖിറാഅത്തു, ഓതണം. മൻ ഹലറൽ മൗത, മരണമാസന്നമായി കിടക്കുന്ന ആളുടെ അടുത്ത് സൂറത്ത് യാസീൻ. ലിഖൗലിഹി തആല, അല്ലാഹു പറഞ്ഞു, ഇഖ്റഊ വലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരണം ആസന്നമായി കിടക്കുന്ന ആളുകളുടെ മുന്നിൽ നിങ്ങൾ യാസീൻ ഓതണം. ഇനി ഒരാൾ മരിച്ച ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? കണ്ണ് ചിമ്മിക്കൊടുക്കുക ചെയ്യേണ്ടത്. ഇഗ്മാലു, ചിമ്മിക്കൊടുക്കണം. ബസ്വരി, കണ്ണ്. അൽ മയ്യിത്തി, മരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അവിടെ കണ്ണ് ചിമ്മിക്കൊടുക്കുക എന്നാണ്. അതിന് തെളിവ് ലമ്മ മാത്ത അബൂസലമ മരിച്ചപ്പോൾ അഹ്മദ് നബി കണ്ണ് പൂട്ടിക്കൊടുത്തു. ലി അന്ന റൂഹ, കാരണം റൂഹ് പിടിക്കുമ്പോഴേ റൂഹ് കാലുമെന്ന് ഇങ്ങനെ പിടിച്ച് കണ്ണിലെത്തുമല്ലോ. കണ്ണിലെത്തി മേലോട്ട് പോകുമ്പോൾ നമ്മൾ ആ റൂഹിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളെ ജീവൻ എങ്ങോട്ടാണ് പോകണമെന്ന് നമ്മൾ നോക്കും. അപ്പോൾ ആ മേലോട്ടുള്ള ആ നോട്ടം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഇതാ കുബില, റൂഹ് പിടിച്ചാൽ ഇത്തബഅഹുൽ ബസറു, കണ്ണിങ്ങനെ ആ റൂഹിനെങ്ങനെ പിന്തുടരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ കണ്ണടച്ചാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഇനി ആ മയ്യത്തിന് ദ്വാരക്കുക എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിൽപ്പെട്ടതാണ്. അദ്വാ അൽ മയ്യത്ത് എന്താണ്? അതിന് തെളിവ് അബൂസലമ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. അബൂസലമക്ക് വേണ്ടിയിട്ട് നബി ദുആ ചെയ്തത് എന്താണ്? മരിച്ചോടത്ത് ദുആ, ദിക്ർ, ഇതൊക്കെ നിർബന്ധമാണ്. അല്ലെങ്കിൽ അതൊക്കെ ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണത്. മരിച്ച വീട്ടിലിങ്ങനെ പ്രാർത്ഥനകൾ. കാരണം അബൂസലമ മരിച്ചപ്പോൾ പ്രവാചകൻ തോരുന്നത് നോക്കൂ. അല്ലാഹുവേ യഗ്ഫിർലി അബീ സലമ, അബീ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ, വർഫഅ ദറജതഹു, അബൂസലമയുടെ ദറജ നീ ഉയർത്തണമേ, ഫിൽ മഹ്ദിയീൻ, സന്മാർഗികളുടെ കൂട്ടത്തിൽ, വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, അബൂസലമക്ക് ഖബർ വിശാലമാക്കി കൊടുക്കണേ, വനവ്വിർ ലഹു ഫീഹി, അബൂസലമക്ക് പ്രകാശം കൊടുക്കണേ, വഖ്ലിഫുഹു ഫീ അഖബിഹി, അബൂസലമക്ക് അനുയോജ്യമായ ഒരു പിന്തുടർച്ചാവകാശി ഉണ്ടാക്കണേ. ഇനി നമ്മളൊരാൾ മരിച്ചാൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്
അയാളുടെ കടം വീട്ടുക, ഖലാഉ വീട്ടണം, ദൈനിൽ മയ്യത്തിൻ്റെ കടം. കാരണം നബിൻ്റെ ഒരു ഹദീസ് ഉണ്ട്, നഫ്സുൽ മുഅ്മിനി ഒരു മുഅ്മിനിൻ്റെ ശരീരം മുഅല്ലഖത്തുൻ ബി ദൈനിഹി കടവുമായി ബന്ധപ്പെട്ടതാണ്. ഹത്താ യുഖ്ലാനി അത് വീട്ടുന്നത് വരെ അയാൾക്ക് ആ ഖബറിലൊരു സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് അത് വീട്ടണമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് മറ്റൊരു പോയിൻ്റാണ്. ഗസ്ലുൽ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് വാജിബുൻ നിർബന്ധമാണ്. എന്താ അതിന് തെളിവ്? സഖത്ത റജുലുൻ മിൻ റാഹിലത്തിഹി ഒരാൾ വണ്ടിമന്ന് വാഹനത്തിൽ നിന്ന് വീണിട്ട് മരിച്ചു, മരിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് യഗ്സിലൂഹു അയാളെ നിങ്ങൾ കുളിപ്പിക്കും വേണം, ബി മാ ഇൻ വസിദിരിൻ വെള്ളം കൊണ്ടും താളി കൊണ്ടും, വകഫിനു ഫീ സൗബൈൻ 2 വസ്ത്രത്തിൽ കഫൻ ചെയ്യണം. അപ്പോൾ 2 വസ്ത്രം മിനിമാണ്, ഒരു വസ്ത്രമാണ് മിനിമം, അല്ലെങ്കിൽ 2 വസ്ത്രം അല്ലെങ്കിൽ 3 വസ്ത്രം. അപ്പോൾ ഈ ഹദീസിൽ 2 വസ്ത്രമാണ് അണിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി 9ാമത്തത് നോക്കൂ, 3 വസ്ത്രമാണ് ഏറ്റവും കാമിലായ രൂപം. തക്ഫീനു കഫൻ ചെയ്യൽ ഫീ സലാസത്തി അസ്വാബിൻ 3 വസ്ത്രത്തിലാണ്, ബീലിൻ വെളുത്തതാകണം. കാരണം പ്രവാചകൻ അങ്ങനെയാണ് കഫൻ ചെയ്തിട്ടുള്ളത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഫിന പ്രവാചകനെ കഫൻ ചെയ്തത് 3 വസ്ത്രത്തിലാണ്. എന്നാൽ പ്രവാചകനെ അമാമത്തും കമീസും ധരിപ്പിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ അമാമത്തും കമീസും പിന്നെ ധരിപ്പിച്ച ഹദീസുകളുണ്ട്. പക്ഷേ പ്രവാചകൻ ഒരിക്കലും വഫാത്തായപ്പോൾ ഈ അമാമത്തോ കമീസും ധരിച്ചിട്ടില്ല. പ്രവാചകൻ സാധാരണ പോലെ 3 വെള്ള വസ്ത്രത്തിലാണ് നബിയെ കഫൻ ചെയ്തിട്ടുള്ളത്. ഇനി മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കണോ? അതാണ് അസ്വലാത്തു അലൽ ഗായിബി. മറഞ്ഞ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റും. പ്രവാചകൻ പണ്ട് ഹിർക്കൽ രാജാവാണ് നജ്ജാഷി മരിച്ചു എന്നറിഞ്ഞപ്പോൾ പ്രവാചകൻ അവിടുന്ന് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കുക. അതാണ് അടുത്ത് പോയിട്ട് അസ്വലാത്തു അലൽ ഗായിബ്, മറഞ്ഞ മയ്യത്തിന് മേൽ നിസ്കരിക്കുക. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ പ്രവാചകൻ സ്വല്ല അലാ നജ്ജാഷി രാജാവിൻ്റെ മേൽ നിസ്കരിച്ചു. ഹീന ഉഖ്ബിറ ബിമൗതിഹി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടപ്പോൾ. ഇനി മരിച്ച ഒരാൾക്ക് വേണ്ടി എങ്ങനെയാണ് ദ്വാരക്കേണ്ടത്? അദ്ദുആ അലൽ മയ്യിത്തി മരിച്ച ആൾക്ക് ദ്വാരക്കേണ്ട ദ്വാ ഏതാ അറിയോ? അല്ലാഹുവേ അല്ലാഹുമ്മഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കണേ, മരിച്ച ആൾക്കും പുറത്തു കൊടുക്കണേ, വഷാഹിദിന വഗായിബിന വദക്കരിന വൻസാന എല്ലാവർക്കും പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്ന ഫഅഹ്യി അലൽ ഇസ്ലാം ഞങ്ങളിന്ന് ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുസ്ലിമായി ജീവിപ്പിക്കണേ. വമൻ തവഫൈതഹു മിന്ന ഞങ്ങളിന്ന് ആരെങ്കിലും വഫാത്താക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഫതവഫു അൽ ഈമാൻ ഈമാനോടുകൂടി മരിപ്പിക്കണേ. അല്ലാഹുവേ ലാ തഹരിംന അജ്റഹു അദ്ദേഹത്തിൻ്റെ കൂലി നീ തടയല്ലേ. വലാ തുളില്ലന ബഅദ ഞങ്ങളെ വഴിപിഴപ്പിക്കല്ല റബ്ബേ. ഇനി മയ്യത്ത് നിസ്കാരം പെട്ടെന്നാക്കൽ ഇസ്ലാമിൽ സുന്നത്താണ്. ഒരുപാട് ഇങ്ങനെ മയ്യത്ത് വെക്കണേക്കാൾ നല്ലത് പെട്ടെന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു സുന്നത്തായ കാര്യമാണ്. മുബാദറത്തു പെട്ടെന്ന് ചെയ്യണം. തജ്ഹീസുൽ മയ്യത്ത് പരിപാലനം പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. അതിനെന്താ തെളിവ്? പ്രവാചകൻ്റെ ഒരു ഹദീസ് ഉണ്ട്, അസിരി നിങ്ങൾ പെട്ടെന്നാക്കണം കേട്ടോ ബിൽ ജനാസ കൊണ്ട്. എന്താ കാരണം? ഫൈൻ തക്കു സ്വാലിഹൻ ആ മയ്യത്ത് നല്ലൊരു സ്വാലിഹായ ആളാണെങ്കിൽ ഫഖൈറുൻ തുഖദ്ദിമൂന ഇലൈഹി അയാൾ അള്ളാഹുവിലേക്ക് നയിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇനി അയാൾ ചീത്തയാണെങ്കിലോ? ഫൈൻ തക്കു സിവാദാലിക്ക അതല്ലാത്ത ആളാണെങ്കിൽ ഫഷറുൻ തലഊനഹ അലാ റിഖാബിക്കും എന്തിനാണ് ഒരു തിന്മയെ നിങ്ങളുടെ ചുമലിങ്ങനെ ചുമന്നെടുക്കുന്നത്? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളെ ഖബറടക്കുന്നത് ഇസ്ലാമിലെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മളൊരാളെ ഖബർക്ക് വെക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താ? ഇതാ വലാത്തും മൗത്താക്കും ഫിൽ ഖുബൂർ മരിച്ച ആളെ ഖബർക്ക് വെക്കുമ്പോൾ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലാം. ഇനി പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ച വീട്ടിലിങ്ങനെ പിന്നെ നിലവിളിക്കണ ആ ഒരു സംസ്കാരം ഇസ്ലാം എതിർത്തിട്ടുണ്ട്. അള്ളാഹുവിന് ശപിച്ച ആളാണ് അന്നാഹിയത്ത വൽ മുസ്തമിയ ഈ കൂക്കുമാർപ്പു വിളിയൊക്കെ. എന്താ നായിഹ എന്ന് പറഞ്ഞാൽ റഫ്ഉ സൗത്തി ശബ്ദമുയർത്തുക, ബി താദീദ് ഷമായിൽ മയ്യത്തി മരിച്ച ആളെ ഗുണങ്ങനെ ഉറക്ക വിളിച്ച് ആർത്ത് കരയണത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മരിച്ച ആളുകളെ നന്മ പറയണമെന്ന് വേറെ ഹദീസിലുണ്ട്. അതുപോലെ തന്നെ സിയാറത്തുൽ ഖുബൂർ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്?
നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോളിയും. അപ്പോൾ ഖബർ സിയാറത്തൊരു പുണ്യമുള്ള കാര്യം തന്നെയാണ്, അതിനെ നമ്മൾ എതിർക്കേണ്ട. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ചീത്ത ആചാരങ്ങളൊക്കെ ഉണ്ടാവും, അതിനത് എതിർക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ ആദ്യകാലത്ത് ഖബർ സിയാറത്ത് നിരോധിച്ചിരുന്നു. പിന്നെയാണ് എന്ത് ചെയ്തത്? ഖബർ സിയാറത്ത് അലൗ ചെയ്യണത്. കുൻതു നഹൈത്തുക്കും, നിങ്ങളോട് ഞാൻ നിരോധിച്ചിരുന്നു, അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്ത് ആദ്യമൊക്കെ നിരോധിച്ചിരുന്നു. കാരണം അത് ജാഹിലിയൻ സംസ്കാരവും ഇസ്ലാമിക സംസ്കാരം വേർതിരിയാൻ വേണ്ടിയിട്ടാണ്. ഇനിയോ ഫസൂറുഹ, ഇപ്പം ഇനി നിങ്ങൾ സന്ദർശിച്ചോളിയും. എന്താ അതിൻ്റെ കാരണം എന്ന് ഹദീസിൽ പറഞ്ഞു, ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, ആഖിറുണ്ട്, മരണമുണ്ട് എന്നൊക്കെ ഓർമ്മ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഖബർ സിയാറത്ത് നടത്തണം, അല്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഖബർ സിയാറത്ത് എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പുണ്യമായ കർമ്മമാണ്.